ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സൈഡിൽ പ്ലീറ്റ്സ് വരുന്ന, രണ്ട് സൈഡിലും പ്ലീറ്റ്സ് വരുന്ന ടൈപ്പ് ഒരു കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 മീറ്റർ കോട്ടൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഈ തുണീനെ ഒന്ന് നമുക്ക് 4ആയിട്ട് മടക്കിയിടണം. ഇതിപ്പോൾ ഇങ്ങനൊരു ഡിസൈൻ വരുന്ന, ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ വരുന്ന ഒരു തുണിയാണ്. അപ്പോൾ ഞാനത് ലെങ്ത്ത് വൈസിലല്ല, വിഡ്ത്ത് വൈസിൽ തന്നെ മടക്കിയിടുകയാണ്. ലെങ്ത്ത് വൈസിൽ ഇങ്ങനെ ഡിസൈൻ വരുന്നതുകൊണ്ട് നമുക്ക് ലെങ്ത്ത് വൈസിൽ മടക്കിയിട്ട് അതിനൊരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനത് വിഡ്ത്ത് വൈസിലാണ് മടക്കി കൊടുക്കുന്നത്. ഈ തുണീൻ്റെ ലെങ്ത്ത് വരുന്നത് 44 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 44 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് കിട്ടുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു 42 ഇഞ്ചൊക്കെ ലെങ്ത്ത് വരുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിനൊന്ന് 4ആയിട്ട് മടക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ തുണി 4ആയിട്ട് ഇവിടെ മടക്കി കൊടുത്തിട്ടുണ്ട്. 4ആയിട്ട് തുണി ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ വീതി കൊടുത്തിട്ടുള്ളത് 20 ഇഞ്ചാണ്. 20 ഇഞ്ച് വീതിയിലാണ് ഞാനിതിവിടെ തുണി മടക്കി കൊടുത്തിട്ടുള്ളത്. പിന്നെ ആദ്യം തന്നെ നമുക്കിവിടെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ഞാനിവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഷോൾഡർ 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഷോൾഡർ നമ്മൾ സാധാരണ എടുക്കുന്നതിനേക്കാൾ ഒരു 1/2 ഇഞ്ച് കൂടുതലായിട്ട് എടുത്തെടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണ 6.5 ഇഞ്ചാണ് എടുത്തെടുക്കൽ. ഇവിടെ 7 ഇഞ്ച് എടുത്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഒരു കട്ടിങ് വരും, അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാനും കൂടെയുള്ള തയ്യൽ തുമ്പ് ചേർത്തിട്ടാണ് ഇവിടെ 7 ഇഞ്ച് എടുത്തു കൊടുത്തിട്ടുള്ളത്. ആം ഹോൾ ഞാനിവിടെ 6.5 ഇഞ്ച് തന്നെയാണ് ആം ഹോൾ എടുത്തു കൊടുക്കുന്നത്. ആം ഹോൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അതൊന്നിങ്ങനെ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 10 ഇഞ്ച്, 40 ഇഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് അളവ്. ചെസ്റ്റ് റൗണ്ട് വരുന്നത് 40 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരു കുർത്തിയാണ്. അപ്പോൾ അതിൻ്റെ 4/1 10 ഇഞ്ച്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ഒരു 2 ഇഞ്ച് ചേർക്കുന്നുണ്ട്. നമുക്കിവിടെ സെൻറ്ററിൽ കട്ട് വരുമ്പോൾ അത് ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. അപ്പോൾ അതും ചേർത്ത് ഞാനിവിടെ 12 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ 12 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ഈ കോർണറിലായിട്ട് ഞാൻ ഇവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആം ഹോളൊന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ഫ്രണ്ടിലെ ആം ഹോളും ഒന്ന് ഒരു 1/2 ഇഞ്ച് താഴേക്കൊന്ന് ഇറക്കി മാർക്ക് ചെയ്തിട്ട് അതും ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അവിടെ വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തു. വേസ്റ്റ് ലെങ്ത്ത് 14 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ചേർത്ത് ഞാൻ 15 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 15 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 15 ഇഞ്ച് മാർക്ക് ചെയ്തത് നമുക്ക് മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്യാൻ ഒരു 1/2 ഇഞ്ച് ആവശ്യമാണ്. അതേമാതിരി ഇവിടെ നമുക്കൊരു കട്ടിങ് വരും, അതിന് വേണ്ടി ഒരു ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമുക്കൊരു 1/2 ഇഞ്ച് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ 15 ഇഞ്ചിനെ മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി വേസ്റ്റ് വിഡ്ത്ത് വരുന്നത് 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 11 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 11 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ 2 പോയിൻറ്റും ഒന്നിങ്ങനെ ജോയിൻ ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇതൊന്നിങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേമാതിരി ബാക്കി വരുന്ന തുണി ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഞാനിതൊന്നിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ട തുണിയാണ് ഇവിടുന്ന് താഴത്തേക്ക് വരുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത്, നമുക്ക് സെൻറ്ററിലൊരു പോർഷൻ കട്ട് ചെയ്തെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് താഴെ വരെ ഈ 4 ഇഞ്ച് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നാലിഞ്ച് മാർക്ക് ചെയ്ത ആ പോയിൻറ്റുകളെല്ലാം തമ്മിൽ ചേർത്ത് വെച്ച് ഇങ്ങനെയൊന്ന് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെയൊന്ന് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് മുകളിൽ നിന്ന് താഴെ വരെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിങ്ങനെയൊന്ന് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതാ ഈ 14 ഇഞ്ച് മാർക്ക് ചെയ്ത് 15 ഇഞ്ച് നമ്മളിവിടെ വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് ഈ പോയിൻറ്റിലേക്ക് ഇതിങ്ങനെയൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ പോയിൻറ്റിലേക്ക് ഇങ്ങനെയൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നെക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്ക് ഞാനിവിടെ 2.25 നെക്കിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത്. 2.25 നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്.
താഴെയും 2.25 തന്നെ മാർക്ക് ചെയ്തിട്ട് അതൊരു ബോക്സ് മാതിരി ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. ഇത് ഫ്രണ്ടിലെ നെക്കിൻ്റെ ലെങ്ത്താണ്. ബാക്കിലെ നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതാ ഇതൊന്ന് ഫ്രണ്ടിലെ നെക്ക് ഒരു റൗണ്ട് ഷേപ്പിൽ ഞാനിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിലെ നെക്കും ഇങ്ങനെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഫ്രണ്ടിലെ നെക്ക് 6 ഇഞ്ചും ബാക്കിലെ നെക്ക് 4.5 ഇഞ്ചിലുമാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ആദ്യം തന്നെ നമ്മൾ ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ പോർഷൻ ഇതൊന്നും ഇങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് ആ പോർഷൻ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്യണം. ഇപ്പോൾ ഇതുവരെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പോർഷൻ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ഇത്രയും തുണി നമുക്കിത് ഈ ഭാഗത്ത് ഫുള്ളായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ടെടുക്കാനുള്ള തുണിയാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയൊന്ന് 2 സൈഡിലും നമ്മളിങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിവിടെ നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ബാക്കിലെ നെക്കാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഉള്ളിലെ തുണി ബാക്കിലെ തുണി ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ഫ്രണ്ടിലെ നെക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അതേമാതിരി തന്നെ നമുക്കിതാ ബാക്ക് പാർട്ട് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. മാറ്റി കൊടുത്തതിന് ശേഷം ഫ്രണ്ടിലെ ആം ഹോൾ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇതൊന്നും നമുക്ക് ബാക്ക് പാർട്ടിലെ തുണി മാറ്റി കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഈ ഭാഗം നമുക്ക് ആദ്യം തന്നെ പ്ലീറ്റ്സ് ഈ ഭാഗത്ത് നമ്മളിങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് ഇതിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെറിയ പ്ലീറ്റ്സുകൾ വെച്ചിട്ട് ഇതിനെ കണക്കാക്കി ഇതിലേക്ക് ഇങ്ങനെ പ്ലീറ്റ്സ് വെച്ച് ജോയിൻ ചെയ്തെടുക്കണം. അതേമാതിരി തന്നെ ഇപ്പുറത്തെ സൈഡും ചെറിയ പ്ലീറ്റ്സുകൾ വെച്ചിട്ട് ഇതിലിങ്ങനെ പ്ലീറ്റ്സ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കത് ആദ്യം തന്നെ ഇതൊന്ന് പ്ലീറ്റ്സ് വെച്ചിട്ട് ഇതിനോട് ചേർത്ത് ഇതൊന്ന് പ്ലീറ്റ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എത്ര പ്ലീറ്റ്സ് കിട്ടുമോ അതിനനുസരിച്ച് ഇവിടെ ഒന്ന് പ്ലീറ്റ്സ് വെച്ച് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിങ്ങനെ പ്ലീറ്റ്സ് വെച്ച് ഇതിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതൊന്ന് ഇതിലേക്ക് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നല്ല വശം ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഇതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതേമാതിരി തന്നെ ഇപ്പുറത്തെ സൈഡും ഇങ്ങനെ പ്ലീറ്റ്സൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും ഇപ്പുറത്ത് വെച്ചിട്ട് ഇതും ഒന്നിങ്ങനെ ഇതിനോട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ അതൊന്ന് 2 പീസും ഇങ്ങനെ ചേർത്ത് വെച്ച് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് 2 സൈഡിലും. ഇനി നമുക്കത് ജോയിൻ ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിലെ പീസ് ലേശം ലെങ്ത്ത് കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ നമുക്കതൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി തുണി ഞാനിവിടെ 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്ത് കൊടുക്കുന്നത് 14 ഇഞ്ചാണ്. സ്ലീവിൻ്റെ ലെങ്ത്ത് 14 ഇഞ്ചാണ് എടുത്ത് കൊടുത്തിട്ടുള്ളത്. സ്ലീവിൻ്റെ
വിഡ്ത്ത് ഞാനിവിടെ 9.5 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടുന്ന് താഴേക്ക് ഒരു 3.5 ഇഞ്ച് താഴേക്ക് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് ഓപ്പണിങ്ങിനായിട്ട് ഒരു 7.5 ഇഞ്ചും ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 2 പോയിൻറ്റും ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് നമുക്ക് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. അപ്പോൾ സ്ലീവ് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനൊരു നോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഫ്രണ്ടിലെ സ്ലീവ് മാത്രം ഒന്ന് ഇറക്കി കട്ട് ചെയ്ത് കൊടുക്കാം. ഇറക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ ഇങ്ങനെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. 2 പീസ് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇതിനൊന്ന് 2ആയിട്ട് മടക്കി വയ്ക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മളിത് ഈ ഫ്രണ്ടിൽ നെക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് 2ആയിട്ട് മടക്കിയെടുക്കുക. കറക്റ്റായിട്ടൊന്നിങ്ങനെ മടക്കിയെടുത്തതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഫോൾഡിങ് സൈഡും ഒരേമാതിരി വരണമാതിരി വേണം വെച്ച് കൊടുക്കാൻ. ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് കറക്റ്റായിട്ട് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ചുറ്റും ഒരു 1-1.5 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നമുക്കിതൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നെക്കിൻ്റെ അളവ് കറക്റ്റായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ചുറ്റും ഒരു 1.5 ഇഞ്ച് വീതി വരുന്ന മാതിരി തുണി ഇങ്ങനെ വിട്ടിട്ട് ഇതൊന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിൽ നെക്ക് സ്റ്റിച്ച് ചെയ്യാനും ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് ഇതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതൊന്നിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ നെക്കൊന്നിങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റും ചെറിയ കട്ടുകൾ ഇങ്ങനെ കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ തുണീൻ്റെ നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിൻ്റെ ഈ ഒരു അറ്റം ഞാനൊന്ന് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അത് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് മടക്കി വെച്ച് ഇങ്ങനെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിലെ നെക്കും ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടില്ല. അതിൻ്റെ മുമ്പായിട്ട് നമ്മളിത് നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഈ തുണീൻ്റെ ഉള്ളിലേക്ക് നമ്മളിത് ഫ്രണ്ടിലെ പീസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. 2 ഷോൾഡറും ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ വെച്ച് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിലേക്ക് ഫ്രണ്ടിലെ പീസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വേണം ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാൻ. അപ്പോൾ അതാ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ നെക്കും ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. സ്ലീവിൻ്റെ താഴെ ഇങ്ങനെ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഷോൾഡറും ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ നോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നിങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും അതേമാതിരി ഇവിടുന്ന് അങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 സ്ലീവും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴെയും 2ആയിട്ടൊന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. നമ്മളെ കുർത്തി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സൈഡിൽ പ്ലേറ്റ്സ് വരുന്ന കുർത്തി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക. അതേമാതിരി തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.